രണ്ടാഴ്ചയിലധികമായി നീണ്ടു നിൽക്കുന്ന കുംഭമേളയ്ക്ക് നാളെ പര്യവസാനമാവുകയാണ്. അതിൽ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഈ ജനക്കൂട്ടമാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേരാണ് അവിടെ ഒഴുകിയെത്തിയത്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇങ്ങനൊരു മാറ്റം? കാരണം ഇതൊരു ആദ്യമായി നടക്കുന്ന ഒരു സംഭവം കൂടിയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്നു, 200 വർഷങ്ങൾക്ക് മുൻപ് നടന്നത് വീണ്ടും ഇപ്പോൾ ആവർത്തിച്ചപ്പോൾ അതിനേക്കാൾ ഗംഭീരമായി നടക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നു? ഭാരതത്തിൻ്റെ ഇതിഹാസ ചരിത്രത്തിൽ അല്ല എങ്കിൽ സാംസ്കാരിക നാഗരികതയിൽ കേരളത്തിന് ശക്തമായ ഒരു ഇടനാഴിക ഉണ്ടായിരുന്നു. ആ ഇടനാഴിക അധികാരവർഗങ്ങൾ കേരളത്തെ എപ്പോഴും ടൂറിസത്തിൻ്റെ ആപ്തവാക്യത്തിലെ ദൈവങ്ങളുടെ സ്വന്തം നാടെന്ന് പറയുകയും അതിനെ അവഹേളിക്കുകയും ചെയ്യുന്നതിനുള്ളൊരു തിരിച്ചടിയാണ് തിരുനാവായിൽ എത്തിയിട്ടുള്ള ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 23 ലക്ഷം ജനങ്ങൾ അവിടെ എത്തിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ പ്രയാഗ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ നാവാമുകുന്ദ ക്ഷേത്രം, ഭാരതപ്പുഴ കനിഞ്ഞൊഴുകുന്ന ആ നിളയുടെ തീരത്താണ്. അപ്പോൾ ഇത്തരത്തിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം കേരളത്തിൽ ആകുകയാണ് എങ്കിൽ കേരളത്തിൻ്റെ മതേതരത്വത്തിൻ്റെ മകുടോദാഹരണം ഇടിഞ്ഞു പോകുമെന്നാണ് ഇവിടുത്തെ ചില യുക്തിവാദികളും അർബൻ നക്സലേറ്റുകളും അവരെ പ്രീണിപ്പിക്കുന്ന ചില ഇസ്ലാമിസ്റ്റുകളും, എല്ലാ ഇസ്ലാമിസ്റ്റും അല്ല, ഇതിനു വേണ്ടി സ്നേഹിക്കുന്ന നല്ല ഇസ്ലാമിസ്റ്റുകൾ മലപ്പുറത്തുണ്ട്. ഞാൻ ആദ്യ ദിവസം പോയപ്പോൾ മുസ്ലിം സഹോദരങ്ങളാണ് നമ്മളുടെ വണ്ടിയിൽ തിരുനാവായിൽ എത്തിപ്പിച്ച് തിരൂരിൽ നിന്ന്. അപ്പോൾ അത്ര സ്നേഹത്തോടു കൂടി പെരുമാറുന്ന നല്ല ഇസ്ലാമിസ്റ്റുകൾ ഭാരതത്തിലുണ്ട്, കേരളത്തിലുണ്ട്. അവരെ എക്സ്പെക്റ്റ് മാറ്റിവെച്ചാൽ ഇതൊരു ഖാലിസ്ഥാൻ ആക്കണം എന്ന് വാദിക്കുന്ന മുസ്ലിങ്ങൾ ഇവരെ കൂടെ, അപ്പം അർബൻ നക്സലേറ്റ്, ഇടൻ അജണ്ടയുള്ള കമ്മ്യൂണിസ്റ്റുകൾ, ഇതിനെ എല്ലാം പ്രീതിപ്പെടുത്തുന്ന മതേതരത്വത്തിൻ്റെ ചെമ്മരിയാടുകളെ ഇടിപ്പിച്ച് രക്തം കുടിക്കുന്ന കോൺഗ്രസ്സുകാർ, ഇതിന് പുറത്തൊഴിക്കുന്ന ചില പുരോഗമനവാദികളെല്ലാം ചേർന്ന് ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. മലപ്പുറത്ത് പോയപ്പോൾ പഴ ഫേസ്ബുക്ക് പോസ്റ്റുകളും ട്രോളർമാരും കുലുക്കി സർബത്ത് കുടിക്കുവാൻ ഇവിടെ നിളയിൽ വരുന്നു. എന്താക്ഷേപമാണ് ഒരു മതത്തെക്കുറിച്ച്, ഒരു സംസ്കാരത്തെക്കുറിച്ച്, ഒരു പൈതൃകത്തെക്കുറിച്ച് ഈ ഫെമിനിസ്റ്റുകളും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസുകളും ആക്ഷേപിക്കുന്നു. ഇവിടുത്തെ സംസ്കാരം നമുക്കറിയാം. പഴയകാല തച്ചോളി, ഉദയനൻ, ചന്തു സിനിമകൾ ഇവർ കണ്ടിട്ടില്ലേ? അതിലുള്ള ഉദയനന്മാരുടെയും ഉണ്ണിയാർച്ചമാരുടെയും തച്ചോളി അമ്പുവിൻ്റെയും കഥകൾ ഇവർ കേട്ടിട്ടില്ലേ? 180 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൻ്റെ പൈതൃകമായിരുന്ന മലപ്പുറത്തിൻ്റെ ഉത്സവമായിരുന്ന ആ മഹാമാമാങ്കം എന്ന് പറയുന്ന ആ ചരിത്രത്തെ തിരിച്ച് കൊണ്ടുവരുമ്പോൾ അതെങ്ങനെ വീണ്ടും മതവൽക്കരണമെന്ന് ഈ കുലുക്കി സർബത്തെന്ന് ആക്ഷേപിക്കുന്നവർ, കുടിക്കുവാൻ വരുന്ന ഭക്തജനങ്ങൾ എന്ന് ആക്ഷേപിക്കുന്നവർ പരിഹസിക്കുന്നത്, ഇത് വേറൊരു മതത്തിലുള്ള ഒരു ആഘോഷത്തിനാണെങ്കിൽ അവർ ആക്ഷേപിക്കുന്നു. അപ്പോൾ ഹിന്ദുവിന് നേരെ ഉള്ള ഈ അതിക്രമത്തെ, ഈ അധിക്ഷേപത്തെ, ഈ പുച്ഛത്തെ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഏറ്റെടുത്തതിനുള്ള തെളിവാണ് 23 ലക്ഷം വരുന്ന ഭക്തർ ആ ബ്രഹ്മക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും മുകുന്ദ ക്ഷേത്രത്തിലും ദർശനം നടത്തിയത്. ഇന്നലെ അറിയുവാൻ കഴിഞ്ഞ സേവാഭാരതിയുടെ സഹപ്രവർത്തകർ അവിടെ ഈ തിരക്ക് നിയന്ത്രിക്കുവാൻ കഴിയില്ല അവർക്ക്. തിരൂരും കുറ്റിപ്പുറത്തു നിന്നും ജനം ഒഴുകിയെത്തുകയാണ്. അപ്പോൾ അടഞ്ഞുകിടന്ന ഒരു ക്ഷേത്രത്തെ തുറന്ന് പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമായ ഒരു ജനപ്രവാഹമാണ് കേരളത്തിൽ നിന്നും തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും. അതിനുപരി ഉത്തരേന്ത്യയിൽ നിന്ന് വണ്ടികൾ വരുന്നു. തിരൂരുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ പറയുന്നു നന്നായി എന്നാണ്. എന്താ? അവർക്ക് കച്ചവടം നടക്കുന്നു, അവർക്ക് ഒത്തിരി സാധനങ്ങൾ വിൽക്കുവാൻ പറ്റുന്നു, പല ബിസിനസ് ട്രാൻസാക്ഷൻ നടക്കുന്നു. ഒരു പ്രയാഗിൽ കുംഭമേള കഴിയുമ്പോൾ UP സർക്കാരിന് കിട്ടുന്നത് കോടാനുകോടി ലക്ഷം രൂപയാണ്. ഇപ്പോഴത്തെ UP മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് 240 പരം ലക്ഷം കോടി രൂപ
പ്രയാഗ് കുംഭമേളയിൽ നിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനമാണ്. എന്തേ ഈ സർക്കാർ മുഖം തെളിഞ്ഞു നിൽക്കുന്നു? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അവിടെ ആദ്യം റവന്യൂ ഉദ്യോഗസ്ഥർ അനുമതി കൊടുത്തിട്ടില്ല. അവിടെ വരുവാൻ വേണ്ടി നിളയെന്ന് പറയുന്ന ആ ഭാരതപ്പുഴ അമ്മയുടെ ഹൃദയഭാഗത്ത് കൂടിയുള്ള തടിപ്പാലത്തിന് തുറന്നിട്ടില്ല. അനുമതി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ചിട്ട് മാറ്റിവെച്ചു. അപ്പോൾ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഒരാൾക്ക് വേണ്ടിയുള്ള, ഒരു മതത്തിന് വേണ്ടിയുള്ള ജില്ലയെന്ന് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ അവിടെ വേറൊരു മതത്തിൻ്റെയും ആചാരങ്ങൾ പാടില്ല എന്ന് ശഠിക്കുന്നത് ശുഷ്കമായ ഫോഷ്കാണ്. അത് മതേതര ജനാധിപത്യത്തിൽ മതസൗഹാർദ്ദത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനത, അത് ഹിന്ദു സഹോദരങ്ങളായാലും മുസ്ലിം സഹോദരങ്ങളായാലും ക്രിസ്ത്യൻ സഹോദരങ്ങളായാലും തിരിച്ചറിഞ്ഞ് 26 തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കും. അതിനതൊരു സംശയവുമില്ല. അപ്പോൾ ഹിന്ദുവിനെ ഉമ്മാക്കി കാണിച്ചുകൊണ്ട് മലപ്പുറം പോലുള്ള സ്ഥലത്ത് ഇത്തരത്തിലുള്ള സാംസ്കാരിക ഉത്സവങ്ങളും നാഗരികതകളും ആഘോഷിക്കുന്നത് ചവറ്റുകുട്ടയിലേക്കാണെന്നും കുലുക്കി സർബത്ത് കുടിക്കുവാൻ വരുന്നതാണെന്നും ആഭാസത്തിനാണെന്നും ആക്ഷേപിക്കുന്നവർക്കുള്ള മറുപടിയാണ് നാളെ സമാപിക്കുമ്പോൾ അവിടെ നടക്കുന്ന ജനസാഗരം. സന്ധ്യസമയങ്ങളിൽ പോകണം. എന്ത് പ്രകൃതി രമണീയമായ ആ നിളയുടെ തീരത്ത് നടക്കുന്ന ദീപാരാധന, സന്ധ്യ ആരതി, ഇതൊരു സംസ്കാരത്തിൻ്റെ പൈതൃകത്തെ സൂചിപ്പിക്കുന്നതല്ലേ. വളക്കെന്ന് പറയുമ്പോൾ ചിലർക്ക് ഹറാമാണ്. പക്ഷേ ഭാരതത്തിൻ്റെ സംസ്കൃതിയിലുള്ള ഈ നിളയിലുള്ള ആ 7-9 പോറ്റിമാർ നിള ആരതി ഒഴിയുമ്പോൾ നമുക്ക് കുടിക്കുവാൻ ജലം തരുന്ന നിളയല്ലേ. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ വെള്ളം തരുന്ന കിണറ്റിൽ പണ്ടത്തെ തറവാട് വീടുകളിൽ പൂജ നടത്തും. നമുക്ക് കുടിക്കുവാൻ അന്നം ഭൂമിദേവി തരുന്ന ആ വെള്ളത്തെ നമ്മൾ ആരാധിക്കും. അതിനൊരു സൂര്യഭഗവാൻ ഊർജം നമുക്ക് തരുന്നു, വെളിച്ചം തരുന്നു. നമ്മൾ പൗർണമിയിൽ സൂര്യഭഗവാനെ തൃപ്പൊങ്കാലയിടുന്നു വീടുകളിൽ. ഇതൊക്കെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ആചാരാനുഷ്ഠാന സങ്കല്പങ്ങളാണ്. ഫെമിനിസ്റ്റുകൾക്കോ അർബൻ നക്സലേറ്റുകൾക്കോ അർബൻ ഇസ്ലാമിസ്റ്റുകൾക്കോ ഇതറിഞ്ഞുകൂടാ. ഞാൻ പറയാൻ കാര്യം, മലപ്പുറത്തിൻ്റെ ഇതിൽ പോയപ്പോൾ പല വീടുകളിലും ഇന്നും തുളസിത്തറകളുള്ള മുസ്ലിം സഹോദരങ്ങളുടെ വീടുകളുണ്ട്. പഴയ കൺവെർട്ടഡ് ബ്രാഹ്മണ കുടുംബം, നായർ കുടുംബം മാറി വന്നു മുസ്ലിംസായി. ഇന്നും അവരുടെ സംസ്കാരം അനുസരിച്ച് അത് പൊളിക്കുവാൻ കഴിയുന്നില്ല. ഒരു ഓട്ടോറിക്ഷയിലുള്ള ആളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പാരമ്പര്യം മതം കൊണ്ട് നമ്മൾ മുസ്ലിങ്ങളാണ്, പക്ഷേ ആചാരാനുഷ്ഠാന സംസ്കാരം കൊണ്ട് നമ്മൻ്റെ ബാപ്പയും ബാപ്പാൻ്റെ ബാപ്പയും എല്ലാം അവരുടെ പൂർവികർ ഹിന്ദുക്കളായിരുന്നു. ഈ ചിന്ത ഗവൺമെൻറ്റിലുള്ളവർക്കോ അധികാരവർഗങ്ങൾക്കോ ഇല്ല. അതുകൊണ്ടാണ് ആ നിള പാലത്തിന് വേണ്ടി നടക്കുവാൻ ഉദ്ഘാടന കർമ്മം ചെയ്യാത്തത്. അതുകൊണ്ടാണ് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ അനുമതി നിഷേധിച്ചത്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൽ നിന്നും പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് നിള ആ ജലകന്യക നമ്മളെ ഭക്തജനങ്ങളെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒഴുക്കുകൾ വരുന്നു. ഇതിൻ്റെ 10 മടങ്ങ് കോടി ജനങ്ങൾ അടുത്ത തിരുനാവായ മാമാങ്കത്തിന് എത്തും. അത് ഉത്തരേന്ത്യയുടെ പ്രയാഗ് പോലുള്ള ഒരു ഉത്സവമായി കേരളം മാറും. കേരളം ഇവർ പറയുന്ന അർബൻ നക്സലൈറ്റുകളുടെയും ഇസ്ലാമിസ്റ്റുകളുടെയും പറദീശകൾ ഇവിടുത്തെ ഒരു സംസ്കാരം കൊണ്ട് എതിർക്കുന്നവരെ തടയുവാൻ നമുക്ക് കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.